അപ്പോൾ ഡാൻഡ്രഫ് മെയിൻ പ്രോബ്ലമാണ്. നിങ്ങളുടെ സ്കിന്ന് എല്ലാവരും ഒരുപോലെയാണോ? അതുപോലെയാണ് നിങ്ങളുടെ ഹെയർ എല്ലാവരും ഒരുപോലെയാണോ? സ്കാൽപ്പ് എല്ലാവരും ഒരുപോലെ ഇരിക്കും? ഇല്ല, ഓരോരുത്തർക്കും ഓരോ ഇഷ്യൂസാണ്. വൈറ്റമിൻ ഡിയുടെ പ്രോബ്ലം കാണും, വൈറ്റമിൻ സി കുറവായി, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ആണ്. HB കുറവായിരിക്കും. ഇതുപോലെയാണ് ഓരോരുത്തരുടെ പ്രോബ്ലംസ് വരുന്നത് ഹെൽത്തിന്. അതുപോലെ തന്നെയാണ് ചില ആൾക്കാരുടെ ഹെയർ എന്ന് പറയുന്നത് ഹെയർ ഗ്രോത്ത് നന്നായിട്ട് കാണും, പക്ഷേ അവർക്ക് സ്കാൽപ്പ് ഇറിറ്റേഷൻ ഡാൻഡ്രഫ് നല്ല രീതിയിൽ. പക്ഷേ ചിലർക്ക് ഹെയർ ഫോൾ കാണും, പിന്നെ എന്താ പറയുക, ഹെയർ ഗ്രോത്ത് നല്ല രീതിയിൽ കാണത്തില്ല. പക്ഷെ അവരുടെ ഹെയർ അല്ലെങ്കിൽ സ്കാൽപ്പ് ക്ലീൻ ആയിരിക്കും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിൽ എനിക്ക് തോന്നിയ കുഞ്ഞറിവ് ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. കൂടുതൽ കാര്യങ്ങൾ ഡോക്ടേഴ്സിനാകുമ്പോൾ അറിയാം. അപ്പോൾ നാച്ചുറലായിട്ട് നമ്മുടെ ഹെയറിൽ ഡാൻഡ്രഫ് ഒന്ന് സ്കാൽപ്പിൽ ഡ്രൈനെസ് കുറച്ച് കൊടുക്കാൻ മെയിനായിട്ട് എന്താ ചെയ്യാൻ പറ്റില്ല? ഡെയിലി നമ്മൾ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് അല്ലെങ്കിൽ വൈറ്റമിൻ സി എന്ന് പറയുന്നത് ഡെയിലി നമ്മുടെ ബോഡിയിൽ വേണം. അതുപോലെ നമ്മൾ നെല്ലിക്ക ജ്യൂസ് ഡെയിലി കുടിക്കാറുണ്ട്, അല്ലെങ്കിൽ 2 നെല്ലിക്ക ഡെയിലി കഴിക്കാറുണ്ട്. ആ ഒരു നെല്ലിക്ക ജ്യൂസ് അടിക്കുന്നതാണെങ്കിൽ നമുക്ക് അതിൻ്റെ പേസ്റ്റ് എടുക്കാം. പേസ്റ്റ് നല്ല രീതിയിൽ അരച്ചെടുക്കണം. പേസ്റ്റാക്കി ചെറിയ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുക. അതിലേക്ക് കുറച്ച് തൈര് കൂടെ, കട്ട തൈര് മിക്സ് ചെയ്യണം. പിന്നെ വേണ്ട 4-5 ഡ്രോപ്പ് വരുന്ന ഓയിൽ, 3 കൂടെ മിക്സ് ചെയ്ത് വീക്ക്ലി, ആഴ്ചയിൽ ഒരു 3 ദിവസം നമ്മുടെ സ്കാൽപ്പിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. സ്കാൽപ്പിൽ ഇട്ടേക്കാം. അത് ഫുൾ കവർ ചെയ്ത് വെച്ചിരുന്നാൽ മതി. ഒരു 15 to 20 മിനിറ്റ്സ് ഇട്ടതിന് ശേഷം വാഷ് ചെയ്യും. വാഷ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം, ഞാൻ മുന്നേയുള്ള വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഷാമ്പൂസ് ഒക്കെ യൂസ് ചെയ്ത് ഇപ്പോൾ കണ്ടിന്യൂസ് കുറച്ച് വരെയാണ്. കടലമാവ് ഇട്ട് വാഷ് ചെയ്താൽ മതി. കടലമാവ് കുറച്ചെടുക്കുക, വെള്ളം കൂടെ മിക്സ് ചെയ്ത് ഡയലൂട്ട് ചെയ്ത് സ്കാൽപ്പിൽ ഹെയർ വാഷ് ചെയ്തതിന് ശേഷം ഷാമ്പൂ ആയിട്ട് ഇത് യൂസ് ചെയ്യാം. നിങ്ങൾ ഏതാണ് കണ്ടീഷണർ യൂസ് ചെയ്യുന്നത്, കണ്ടീഷണർ, കാരണം ഹെയർ ഒന്ന് നല്ല രീതിയിൽ ഇരിക്കാൻ കണ്ടീഷണർ, ഇല്ലെങ്കിൽ അലോവേര ജെല്ല് യൂസ് ചെയ്യാം. ഇത് വീക്ക്ലി ട്വൈസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. ഡാൻഡ്രഫ് നല്ല രീതിയിൽ കുറയും. പെട്ടെന്ന് കുറയത്തില്ല, പക്ഷെ നല്ല രീതിയിൽ ഡാൻഡ്രഫ് ചേഞ്ച് ഉണ്ടാകും. ഇതാണ് ഹെയർ ഗ്രോത്താനും ഹെയർ സ്ട്രെങ്തൻ ആയിട്ടിരിക്കാനും അതുപോലെ തന്നെ ഹെയർ ഗ്രോത്തിനും. പിന്നെ എൻ്റെ ഹെയർ ഫോൾ എന്ന് പറയുന്നത് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഹെയർ ഫോൾ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് ഹെയറിൻ്റെ കാര്യങ്ങൾ എടുത്തു പറയാം. പിന്നെ ഞാൻ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. ഹെയർ ഗ്രോത്തിനും ഹെയർ ഫോളിനും അതുപോലെ തന്നെ ഡാൻഡ്രഫിനും ബെസ്റ്റ് റെമഡിയാണ്, അല്ലെങ്കിൽ ബെസ്റ്റ് സൊല്യൂഷനാണ്. മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. വീക്ക്ലി ട്വൈസ് അല്ലെങ്കിൽ ത്രൈസ്. ഓക്കെ.